പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാന വ്യാപക റെയ്ഡുമായി ഇഡി. മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ, ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ.എൻ. ആനന്ദകുമാർ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് റെയ്ഡ് നടന്നത്. അതേസമയം ഇഡിയുടെ പരിശോധനയ്ക്ക് പിന്നാലെ പ്രതി അനന്തു കൃഷ്ണന്റെ കടവന്ത്രയിൽ ഓഫീസിൽ ക്രൈംബ്രാഞ്ചും റെയ്ഡ് നടത്തി. ക്രൈംബ്രാഞ്ച് മടിച്ചു നിന്നിടത്ത് ഇഡി ഇടിച്ചു കയറി. ലാലി വിൻസെന്റ് മുതൽ ആനന്ദ് കുമാർ വരെയുള്ളവർ ഇഡി ഉദ്യോഗസ്ഥരെ കണി കണ്ടാണ് ഉറക്കമുണർന്നത്. പ്രധാനമന്ത്രിയുടെ പേര് വരെ ഉപയോഗിച്ചുള്ള തട്ടിപ്പിൽ ഡൽഹിയിൽ നിന്നാണ് മേൽനോട്ടം. കേസെടുത്ത് കുറച്ച് ദിവസമായെങ്കിലും ഇഡിയുടെ അനക്കമൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നേ ദിവസം നേരം പരപരാ വെളുക്കും മുൻപ് ഇഡി പണി തുടങ്ങി. ഒരേ സമയം 12 ഇടങ്ങളിലാണ് ഇഡിയുടെ സംസ്ഥാന വ്യാപക പരിശോധന നടന്നത്. സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആനന്ദ് കുമാർ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്, അനന്തു കൃഷ്ണൻ എന്നിവരുടെ വീടുകളിലും NGO കോൺഫെഡറേഷന്റെ ഓഫീസിലും ഇഡി സംഘം പാഞ്ഞെത്തി. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീനിവാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. അനന്തു കൃഷ്ണന്റെ സാമ്പത്തിക ഇടപാട് ശൃംഖലയിൽ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പാതിവില തട്ടിപ്പിൽ കള്ളപ്പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നതാണ് ഇഡിയുടെ പരിശോധനാ വിഷയം. തട്ടിച്ചെടുത്ത പണം വിദേശത്തേക്ക് കടത്തിയോ എന്നതും അന്വേഷണ പരിധിയിൽ ഉണ്ട്. സാമ്പത്തിക തട്ടിപ്പാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ. കള്ളപ്പണം വെളുപ്പിക്കലും ഫെമ ചട്ടലംഘനവും നടന്നിട്ടുണ്ടോ എന്നാണ് ഇഡി പരിശോധിക്കുന്നത്. കണ്ടിടത്തോളം അനന്തു കൃഷ്ണന് ജയിൽ വകുപ്പിന്റെ അതിഥിയായി കുറച്ചധികം കാലം തുടരേണ്ടി വരും. ഇഡിയുടെ പരിശോധനയ്ക്കിടെ പ്രതി അനന്തു കൃഷ്ണന്റെ കടവന്ത്രയിലെ ഓഫീസിൽ റെയ്ഡുമായി ക്രൈംബ്രാഞ്ചും എത്തി. കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയത്. അനന്തു കൃഷ്ണന്റെ 11 അക്കൗണ്ടുകളിലൂടെ വന്ന 548 കോടി രൂപ എങ്ങനെ ചെലവഴിച്ചു എന്നതും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയാണ്. ഇന്നലെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിൽ മണി ചെയിൻ മാതൃകയിലുള്ള നിക്ഷേപം സ്വീകരിക്കലാണ് താൻ ഉദ്ദേശിച്ചതെന്ന് പ്രതി മൊഴി നൽകിയിരുന്നു. ഇതിനിടെ കേസിൽ NGO കോൺഫെഡറേഷൻ ചെയർമാൻ കെ.എൻ. ആനന്ദ് കുമാറിനെതിരെ കോടതിയിൽ ശക്തമായ തെളിവുകൾ നിരത്താൻ അന്വേഷണ സംഘം തീരുമാനം എടുത്തിട്ടുണ്ട്. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാനും വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കാനും ക്രൈംബ്രാഞ്ച് സംഘം തയ്യാറെടുക്കുകയാണ്. 1000 കോടി രൂപയോളം തട്ടിച്ചെടുത്ത കേസിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം പോകുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ലാലി വിൻസെന്റിലൂടെ ഇഡി അതിനുള്ള സാധ്യത തുറന്നിട്ട് കഴിഞ്ഞു. പട്ടികയിലേക്ക് ഇനി ആരൊക്കെ എന്നത് കാത്തിരുന്നു കാണാം. ശ്രീകാന്ത്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.